അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദശാവതാരം ചന്ദനച്ചാർത്ത് ഏപ്രിൽ 3 മുതൽ 13 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തുടർച്ചയായ 4-ാം വർഷമാണ് ക്ഷേത്രത്തിൽ ദശാവതാരം ചന്ദനച്ചാർത്ത് നടക്കുന്നത്. മൂവാറ്റുപുഴ വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദശാവതാരം ചന്ദനം ചാർത്ത് ഏപ്രിൽ 3 മുതൽ 13 വരെ വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മൂവാറ്റുപുഴ വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏപ്രിൽ 3 മുതൽ 13 വരെ നീണ്ടു നിൽക്കുന്ന ദശാവതാര മഹോത്സവം അതിവിപുലമായി ആഘോഷിക്കപ്പെടുകയാണ്. 3 മുതൽ 13 വരെ എല്ലാ ദിവസങ്ങളിലും ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ ചന്ദനം ചാർത്തി ഭക്തജനങ്ങൾക്ക് വൈകിട്ട് 5 മണി മുതൽ ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ വിവിധതരം ക്ഷേത്രകലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ദീപാരാധനയ്ക്ക് ശേഷം കലാപരിപാടികൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അന്നദാന വഴിപാടും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയാണ് അവതാര ദർശന ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ രാമൻ നമ്പൂതിരിയുടെയും ചേലാമറ്റം തോട്ടാമറ്റത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ഡോക്ടർ വിവേക് അച്യുതൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. 10 ദിവസങ്ങളിലായി ഭഗവാന്റെ അവതാരങ്ങൾ വഴിപാടായി നടത്തുക വഴി സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുമെന്നതാണ് വിശ്വാസം. 1-ാം ദിനമായ ഏപ്രിൽ 3 വ്യാഴാഴ്ച മത്സ്യാവതാര ദർശനത്തോടെയാണ് ചന്ദനം ചാർത്ത് ആരംഭിക്കുന്നത്. കൂർമാവതാര ദർശനം, വരാഹാവതാര ദർശനം, നരസിംഹാവതാര ദർശനം, വാമനാവതാര ദർശനം, പരശുരാമാവതാര ദർശനം, ശ്രീരാമാവതാര ദർശനം, ബലരാമാവതാര ദർശനം, ശ്രീകൃഷ്ണാവതാര ദർശനം, കൽക്കി അവതാര ദർശനം, വിശ്വരൂപ ദർശനം എന്നിങ്ങനെയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ചന്ദനം ചാർത്ത് ചടങ്ങുകൾ നടക്കുക. ഓരോ ദിവസവും ചന്ദനം ചാർത്തിന് പുറമെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. തുടർച്ചയായ 4-ാം വർഷമാണ് ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ദശാവതാരം ചന്ദനം ചാർത്ത് നടക്കുന്നത്. വലിയ ഭക്തജന തിരക്കാണ് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്രം ട്രസ്റ്റ് ദശാവതാരം ചന്ദനം ചാർത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന ഭക്തശ്രേഷ്ഠ, കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷവും നടത്തി വന്നതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരു ഭക്തശ്രേഷ്ഠ, കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് വകയായിട്ട് കൊടുത്തു വന്നിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം ഈ വർഷവും നമ്മൾ അതേ പുരസ്കാരങ്ങൾ, ഭക്തശ്രേഷ്ഠ, കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങൾ നൽകുന്നതാണ്. ഈ വർഷത്തെ പുരസ്കാരം, ഭക്തശ്രേഷ്ഠ പുരസ്കാരം വാണി പത്മം മാടശ്ശേരി ഹരിപ്രിയയ്ക്കും, കർമ്മശ്രേഷ്ഠ പുരസ്കാരം ക്ഷേത്രത്തിൻ്റെ എൻജിനീയറിംഗ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വർക്കുകൾ സ്ഥിരമായി ചെയ്യുന്ന മേൽനോട്ടം വഹിക്കുന്ന ശ്രീ ആർ രാജു എഞ്ചിനീയർ, അദ്ദേഹത്തിനുമാണ് നൽകുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വാണി പത്മം മാടശ്ശേരി ഹരിപ്രിയയ്ക്ക് ഭക്തശ്രേഷ്ഠ പുരസ്കാരവും സിവിൽ എഞ്ചിനീയർ ആർ രാജുവിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരവും സമ്മാനിക്കും. ഏപ്രിൽ 14-ാം തീയതി വിഷുക്കണി ദർശനവും വിഷുക്കൈ നീട്ടവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ മാസവും തിരുവോണനാളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന തിരുവോണ ഊട്ട് പ്രധാന വഴിപാടാണ്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.